ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഫലപ്രദമായ പോലീസിംഗ് സംവിധാനം പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം മാർച്ച് മാസത്തോടെ രാജ്യത്ത് നിന്നും നക്സലിസം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതിയുടെ നോട്ടീസ്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കും. നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി പങ്കെടുക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മോൺത ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ ആന്ധ്രാതീരം തൊടും. വാർത്തകൾ വിശദമായി. നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഫലപ്രദമായ പോലീസിംഗ് സംവിധാനം പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ പോലീസ് സർവീസിലെ പ്രൊബേഷണറി ഓഫീസർമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു രാഷ്ട്രപതി. പോലീസിംഗ് മേഖലയെ സാങ്കേതികവിദ്യ ഗണ്യമായി മാറ്റിമറിച്ചു. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സങ്കേതങ്ങൾ സ്വീകരിക്കുന്നതിൽ IPS ഉദ്യോഗസ്ഥർ മുന്നിലായിരിക്കണമെന്നും രാഷ്ട്രപതി നിർദ്ദേശിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മുതൽ വ്യാഴാഴ്ച വരെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂർ, തിരുപ്പൂർ, മധുര, രാമനാഥപുരം എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ കോയമ്പത്തൂരിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ടൌൺഹാൾ കോർപ്പറേഷൻ കെട്ടിടത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ആദരമർപ്പിക്കും. വൈകുന്നേരം തിരുപ്പൂരിലെത്തുന്ന അദ്ദേഹം തിരുപ്പൂർ കുമാരനും മഹാത്മാഗാന്ധിക്കും പുഷ്പാർച്ചന അർപ്പിക്കും. മറ്റന്നാൾ തിരുപ്പൂരിൽ നടക്കുന്ന അനുമോദന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 2026 മാർച്ച് 31-നകം രാജ്യത്ത് നിന്നും നക്സലിസം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിൽ 21 മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങിയതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. അക്രമം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വന്നതിന് അവരെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിവിധ രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മലേഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി സഹകരണം, മ്യാൻമർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായതായും ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഒരു ജില്ല ഒരു ഉത്പന്നം കാഴ്ചപ്പാടിന്റെ ഭാഗമായ സംരംഭങ്ങൾ കർഷകരെ ശാക്തീകരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക തലത്തിൽ തൊഴിൽ സൃഷ്ടിക്കുകയും ഗ്രാമീണ സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുകയും ഇതിലൂടെ ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പ്രധാനമന്ത്രി ആഭ്യന്തര ഭക്ഷ്യ സംസ്കരണ ശേഷി ശക്തിപ്പെടുന്നത് രാജ്യസുരക്ഷയ്ക്ക് പ്രധാനമാണെന്ന് കുറിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തെറ്റില്ലാത്തതും സുതാര്യവുമായിരിക്കാനാണ് പരിഷ്കരണമെന്നും ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. വിവിധ ഘട്ടങ്ങളിലായിരിക്കും ഇത് നടപ്പാക്കുക. പരിഷ്കരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ന് അർദ്ധരാത്രി മുതൽ വോട്ടർ പട്ടിക മരവിപ്പിക്കും. പേര് ചേർക്കൽ പ്രക്രിയ നവംബർ 4-ന് ആരംഭിക്കും. കരട് പട്ടിക ഡിസംബർ 9-നും അന്തിമ പട്ടിക ഫെബ്രുവരി 7-നും പ്രസിദ്ധീകരിക്കും. सबने मिलकर मतदाता सूची को शुद्ध बनाने का कार्य किया और नतीजा आपके सामने है. 0 अपील्स अर्थात बिहार की मतदाता सूची अधिकतम शुद्ध मानी जाएगी. अब फेज 2 12 राज्यों में या संघ शासित प्रदेशों में आरंभ होने वाला है. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നതായി നിരീക്ഷിച്ച പരമോന്നത കോടതി ഇത് സംബന്ധിച്ച എല്ലാ കേസുകളും CBIക്ക് കൈമാറുന്നത് പരിഗണിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ തങ്ങൾക്കുണ്ടോ എന്നത് സംബന്ധിച്ച് CBI മറുപടി നൽകണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 31-ന് നടക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സർദാർ പട്ടേൽ വിഭാവനം ചെയ്ത ഐക്യത്തിന്റെ ദർശനത്തെ ആദരിക്കണമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കുമെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ് കമഡോർ വർഗീസ് മാത്യു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി പങ്കെടുക്കും. അടുത്ത മാസം 8 മുതൽ 11 വരെ കൊച്ചിയിൽ കപ്പൽ സന്ദർശനം ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നേവി ബാൻഡ് ഷോയും ഉണ്ടാകും. സമീപ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ ശക്തമായ സമുദ്രശക്തിയായി ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മുംബൈയിൽ ഇന്ത്യ മാരിടൈം വീക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷ, സ്ഥിരത, സ്വയം പര്യാപ്തത എന്നിവയിലാണ് ഇന്ത്യയുടെ സമുദ്ര ദർശനം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നിക്ഷേപകർക്കായുള്ള ഇന്ത്യയുടെ സമുദ്ര സാധ്യതകളെക്കുറിച്ചും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. भारत की मैरीटाइम स्ट्रेंथ और स्ट्रेटेजिक लोकेशन इस बात से पता चलता है कि हमारी कोस्ट लाइन 11,000 किलोमीटर से लंबी है. 13 कोस्टल राज्य और यूटी और जीडीपी में लगभग 60% योगदान हमारे मैरीटाइम बिजनेस का है. 23.7 लाख स्क्वायर किलोमीटर का एक्सक्लूसिव स्पेशल इकोनॉमिक जोन दुनिया भर के इन्वेस्टर और मैन्युफैक्चरर को आकर्षित करता है. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മോൻത ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായി ആന്ധ്രാ തീരത്ത് മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാക്കിനഡയ്ക്ക് സമീപം കരതൊടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷനും മിഷനുമാണ് 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുകയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാലക്കാട് നഗരസഭയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗർഭാവസ്ഥ മുതൽ വാർദ്ധക്യം വരെ കരുതലായി കേന്ദ്ര സർക്കാരുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കരുതലാകുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. 140 കോടി ജനങ്ങളെയും മുന്നിൽ കണ്ടാണ് സർക്കാർ ഓരോ പദ്ധതിയും നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാറിന് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അംഗങ്ങളിൽ നിന്ന് അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ചു. തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. ഭൂരിഭാഗം മത്സരങ്ങളും പൂർത്തിയായപ്പോൾ 1779 പോയിന്റാണ് ആതിഥേയർക്കുള്ളത്. അതേസമയം അത്ലറ്റിക്സിൽ പാലക്കാടിനെ മറികടന്ന് മലപ്പുറം 1ാം സ്ഥാനത്തെത്തി. 8 ദിവസം നീണ്ട കായികമേളയ്ക്ക് നാളെ സമാപനമാകും. വൈകുന്നേരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. PM ശ്രീ വിഷയത്തിൽ തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണെന്നും അടുത്ത ഘട്ടം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യവ്യാപകമായി 200 ആഴക്കടൽ മത്സ്യബന്ധന കപ്പലുകൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഹകരണ അടിസ്ഥാനത്തിലായിരിക്കും ഇവയുടെ വിതരണം. മുംബൈ മസഗോൺ ഡോക്കിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം ഗുണഭോക്താക്കൾക്ക് 2 ആഴക്കടൽ മത്സ്യബന്ധന കപ്പലുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമുദ്രോൽപ്പന്നങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുന്നതിനായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കാനും കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഫലപ്രദമായ പോലീസിംഗ് സംവിധാനം പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 2ാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം മാർച്ച് മാസത്തോടെ രാജ്യത്ത് നിന്നും നക്സലിസം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കും. നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി പങ്കെടുക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത.
ബോണ്ട ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ ആന്ധ്രാ തീരം തൊടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.